ഐസെറ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആൾറെഡി. 2024 LKGയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും. നമുക്ക് ഇനി ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു പാർട്ടിലേക്ക് കിടക്കണം. നമ്മൾ ഈ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 11ാമത്തെ, അതായത് സെക്കൻഡ് പാർട്ട് ആയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ ഒരു 10 ക്വസ്റ്റ്യൻസോളം വരുന്നുണ്ട്. രണ്ടാമത്തെ പാർട്ട് നമുക്ക് നോക്കാം. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ബിഗിനിങ് ലെറ്റർ ഓഫ് ഈച്ച് ഒബ്ജക്റ്റ്. അതായത് താഴെ കുറച്ച് ഒബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റുകളുടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിന് 5 പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. ഈ 5 പിക്ചേഴ്സിനും 2 മാർക്ക് വെച്ച് 10 മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 5 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പിക്ചർ ഏതായിരുന്നു? 5 പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പിക്ചർ ഇതാ അല്ലേ, ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ ഏതാണ്? 2 ഇതാ രണ്ടാമത്തെ പിക്ചർ കാണുന്നുണ്ട്. മൂന്നാമത്തെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ, മൂന്നാമത്തെ പിക്ചർ ഉണ്ട്. നാലാമത്തെ പിക്ചർ ഉണ്ട്. അഞ്ചാമത്തെ പിക്ചർ ഉണ്ട്. 5 പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 5 പിക്ചേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ നമ്മൾ പറയുമല്ലോ, പേര് പറയുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്ററാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പിക്ചർ വരുന്നത്, ഒന്നാമത്തെ പിക്ചർ ഏതാണ്? മാംഗോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മെം അല്ലേ, എം ഇട്ട് കൊടുക്കണം. ഓക്കെ, അതാണ് ബിഗിനിങ് ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ദ ബിഗിനിങ് ലെറ്റർ അല്ലേ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്? പീക്കോക്ക് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം? പീക്കോക്ക്, പി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പിക്ചറിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്ററും നമുക്ക് കിട്ടി, പീക്കോക്ക്. തേർഡ് എന്താണ്? തേർഡ് ബട്ടർഫ്ലൈ അല്ലേ. ബട്ടർഫ്ലൈ അല്ലേ തേർഡ് വന്നിട്ടുള്ളത്. നോക്കാം, ബട്ടർഫ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ബി. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനും മനസ്സിലായി, തേർഡ് പിക്ചറും നമുക്ക് നോക്കി. നെക്സ്റ്റ് ഫോർത്ത് പിക്ചർ വരുന്നത് ഫാനാണ്. അപ്പോൾ നമ്മൾ ഏത് ലെറ്റർ ആയിരിക്കും ഇട്ട് കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ എഴുതി കൊടുക്കേണ്ടി വരിക? നമ്മൾ എഫ് അല്ലേ, എഫ് അല്ലേ ഫാനിൻ്റെ ഫസ്റ്റ് ലെറ്റർ വരുന്നത്. അപ്പോൾ എഫ്. നെക്സ്റ്റ് പിക്ചർ എന്താണ്? ഒരു നോസ് കാണാനുണ്ട് അല്ലേ, നോസ് കാണുന്നുണ്ട് നമുക്ക്. അപ്പോൾ നോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സ്റ്റാർട്ടിങ് ലെറ്റർ ഏതാണ് വരിക? എൻ അല്ലേ, എൻ അല്ലേ വരിക. അപ്പോൾ നമ്മൾ എൻ ഇട്ട് കൊടുക്കുക അവിടെ. ഓക്കെ, എന്താണ്? എൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് മാംഗോ, രണ്ടാമത്തത് പീക്കോക്ക്, തേർഡ് ബട്ടർഫ്ലൈ, ഫോർത്ത് ഫാൻ, ഫിഫ്ത്ത് നോസ്. മാംഗോ ആണെന്നുണ്ടെങ്കിൽ എം, പീക്കോക്ക് പി, ബട്ടർഫ്ലൈ ബി, ഫാൻ എഫ്, നോസ് എൻ. അപ്പോൾ അത് നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് നിങ്ങളിപ്പോൾ ഈ 5 കറക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡ് പാർട്ടായ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാം. കളർ ദ ഷേപ്സ് ബൈ ദ കോഡ്. അതായത് താഴെ കുറച്ച് കളർ ചെയ്തിട്ടുള്ള കുറച്ച് ഷേപ്പുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ താഴെ കളർ ചെയ്യാത്ത കുറച്ച് ഷേപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക, കളർ ചെയ്തിട്ടുള്ള ഷേപ്സുകൾ നോക്കുക. ഇത് കളർ കൊടുത്തിട്ടുണ്ടല്ലേ അവിടെ. ഓക്കെ, ഇത് കളർ കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് കളർ കൊടുത്തിട്ടുണ്ട്, ഇത് കളർ കൊടുത്തിട്ടുണ്ട്, ഇത് കളർ കൊടുത്തിട്ടുണ്ട്, ഇത് കളർ കൊടുത്തിട്ടുണ്ട്. ഈ 4 കളർ കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ കളർ കൊടുത്തിട്ടില്ലല്ലോ, ഇല്ലല്ലോ. നോക്കുക, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കളർ ദ ഷേപ്സ് ബൈ ദ കോഡ് യൂസ് ചെയ്തിട്ട് നമ്മളോട് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് കോഡുകൾ, ഏതൊക്കെ ഷേപ്പുകളാണ് തന്നിട്ടുള്ളത്? നമുക്ക് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, സ്ക്വയർ തന്നിട്ടുണ്ട്, റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്ക്വയർ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, സർക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 കോഡുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ താഴെ അതാത് ഷേപ്പ് കാണുന്ന ആ പിക്ചേഴ്സിന് അല്ലെങ്കിൽ ആ ഷേപ്പിന് നമ്മൾ എന്ത് കൊടുക്കണം? മുകളിൽ കൊടുത്തിട്ടുള്ള ആ കളറുകൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ താഴെ കാണുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം.
ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ, ഇവിടെ താഴെ കാണുന്നുണ്ടല്ലോ, അതെ ഓക്കെ. അപ്പോൾ നമ്മളത് നോക്കാം. അതിന് ഏത് കളറായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക? ഫസ്റ്റ് കാണുന്ന പിക്ചറിന് ഏതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക? ഫസ്റ്റ് കാണുന്ന നമ്മൾ എന്താണ്? ഫസ്റ്റ് കാണുന്നത് നമ്മൾ ട്രയാങ്കിളാണ് അല്ലേ. ട്രയാങ്കിളിന് അപ്പോൾ ഏത് കളറായിരിക്കും കൊടുക്കേണ്ടി വരിക? ഇവിടെ ട്രയാങ്കിളിന് ഓൾറെഡി കൊടുത്തിട്ടുള്ളത് ഗ്രീൻ എന്ന കളറാണ് അല്ലേ. ഗ്രീൻ എന്ന കളറായതുകൊണ്ട് ഇതിന് നമ്മൾ ഏത് കളർ കൊടുക്കണം? ഗ്രീൻ ആയതുകൊണ്ട് നമ്മൾ ഇതിന് ഗ്രീന് കളർ കൊടുക്കണം അല്ലേ. ഇതിന് ഗ്രീന് കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓക്കെ. നെക്സ്റ്റ് എന്തുണ്ട്? സർക്കിളുണ്ട്. അപ്പോൾ സർക്കിളിന് നമ്മൾ ഏത് കളർ കൊടുക്കണം? സർക്കിളിന് യെല്ലോ കളർ കൊടുക്കണം അല്ലേ. നെക്സ്റ്റ് ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. സ്ക്വയറിനപ്പോൾ ഏത് കളറായിരിക്കും? റെഡ്. പിന്നെ റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിളിന് ഏത് കളറായിരിക്കും കൊടുക്കുക? റെക്റ്റാങ്കിളിന് ബ്ലൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ബാക്കിയുള്ളത് കൂടെ ചെയ്യാൻ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.